തന്നെ കണ്ടാൽ പഴുത്ത ചക്കയിൽ പുഴുക്കൾ കയറുന്നതുപോലെ ഉണ്ടല്ലോ. മനസ്സിലായില്ല. തൻ്റെ മഞ്ഞ നിറം പഴുത്ത ചക്ക പോലെ, വരകൾ പുഴുക്കൾ പോലെ. തൊലി പോയ മരത്തിൽ വര വീണതുപോലെ എന്നും പറയാം. അതല്ല, താൻ ആരാണെന്ന് മനസ്സിലായില്ലെന്നാ പറഞ്ഞത്. ഞാൻ പോലൻ പുലി. ഏതു കാര്യവും അതുപോലെ ഇതുപോലെ എന്നു പറയുന്നത് കൊണ്ട് കാട്ടുകാരുടെ പേരാ പോലൻ. ഈ കാട്ടുകാരല്ല, അയൽക്കാട്ടുകാർ. എൻ്റെ ശരിക്കുള്ള പേര് വേറെന്തോ ആണ്. അത് ഞാൻ മറന്നതുപോലെയാ. അതിപ്പോ സൂര്യനെ കയറി അപ്പൂപ്പൻ താടിന്ന് കുറേ ദിവസം വിളിച്ചാൽ സൂര്യൻ എന്ന പേര് അങ്ങേര് മറന്നു പോവില്ലേ? അതുപോലെ. എന്താ തനിക്കൊരു ഉഷാറില്ലാത്തത്? ചീഞ്ഞ മാങ്ങയ്ക്ക് ചവിട്ടുകൊണ്ടതുപോലെ. ആകെ ഒരു ടെൻഷൻ, അല്ല ടെൻഷൻ പോലെ. കടിയന്റെ ഗുഹയിൽ എലിശല്യം, അത് തീർക്കാൻ എന്നോടാ പറഞ്ഞത്. എലിയെ ഓടിച്ചില്ലെങ്കിൽ എനിക്ക് ഇടി പോലെ അല്ല ഇടി കിട്ടും. സൂത്രൻ പനിയാണെന്ന് പറഞ്ഞ് കിടപ്പ, അതുകൊണ്ട് ജോലിയും ഇടിയും എനിക്കാ. ഇതാണോ കാര്യം? ഇതിപ്പോ മൂട്ടച്ചെടി ഉണ്ടായിട്ടും കൊതുകിനെ പേടിക്കുന്നത് പോലെയാണല്ലോ. മൂട്ടച്ചെടിയോ? അതെ, മൂട്ടച്ചെടി എന്നൊരു ചെടിയുണ്ട്. അത് കൊതുകിന് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് മൂട്ടച്ചെടി മുറ്റത്ത് കുഴിച്ചിട്ടാൽ കൊതുക് പറക്കും, കാറ്റത്ത് പുലിമീശ പോലെ. അതുപോലെ എലിക്ക് ഇഷ്ടമല്ലാത്ത സാധനം കിട്ടിയാൽ എലിയെ ഓടിക്കാമല്ലോ. എലിക്കിഷ്ടമില്ലാത്ത സാധനം, എലിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കിട്ടി, പൂച്ച. അതു തന്നെ. സൂത്ര, അങ്ങനെ ഞാനൊരു പൂച്ചയെ സംഘടിപ്പിച്ചു. എന്നിട്ട് കടിയന്റെ ഗുഹയുടെ മുറ്റത്ത് കുഴിച്ചിട്ടു. താൻ പേടിക്കാതെ വാടോ, ഇത്തവണ ഇടി കിട്ടില്ല.